ഇറാനും യുഎസിനും ഇടയിലെ ചർച്ചകൾ പുരോഗമിക്കുകയെ സമാധാന ശ്രമങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ് ഖത്തർ. പുതിയ സംഭവ വികാസങ്ങളിൽ ഖത്തർ അമീർ യുഎസ് പ്രസിഡന്റുമായി ഫോണിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി ഖത്തർ പ്രധാനമന്ത്രിയും ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറിയുമായും GCC നേതാക്കളുമായും ഖത്തർ നിരന്തരം ബന്ധപ്പെടുന്നുമുണ്ട്. എന്നോടൊപ്പം അബ്ബാസ് മുഹമ്മദ് കൂടി ചേരുകയാണ് ദോഹയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. അബ്ബാസ്, ഈ പറഞ്ഞതുപോലെ തന്നെ നാളെ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 50-50 ചാൻസ് ആണ് എന്നാണ് MC നാസർ പറയുന്നത്. ഏതായാലും ഈ ആക്രമണം പുനരാരംഭിക്കുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യാൻ പോകുന്നത് ഈ ഇടയിലുള്ള ഗൾഫ് രാജ്യങ്ങളെ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാണ് എങ്കിൽ പോലും ആക്രമണങ്ങൾ പുനരാരംഭിക്കാതെ മുന്നോട്ട് പോകണം, ഒരു കരാറിലേക്ക് എത്തണമെന്ന ആവശ്യമാണ് ഗൾഫ് രാജ്യങ്ങൾ ഒന്നടങ്കം, പ്രത്യേകിച്ച് ഖത്തറും ഒമാനും ഉൾപ്പെടെ സ്വീകരിക്കുന്നത്. ഇവരുടെ ഇടപെടൽ എത്ര കണ്ട് നിർണായകമാണ് അബ്ബാസ് നാളത്തെ ചർച്ചയിൽ? തീർച്ചയായിട്ടും അനീഷ, ഈ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഖത്തർ അടക്കമുള്ള GCC രാഷ്ട്രങ്ങളെയാണ്. നമുക്കറിയാം, ഈ യുദ്ധം ആരംഭിച്ചത് മുതൽ ഹോർമുസ് കടലെടുക്ക് അടഞ്ഞു കിടക്കുന്ന സാഹചര്യമാണ്. അതിലൂടെ ഷിപ്മെൻറ്റുകൾ വളരെ നാമമാത്രമായ രീതിയിൽ മാത്രമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യാഘാതവും കെടുതിയും അനുഭവിക്കുന്നത് GCC രാഷ്ട്രങ്ങളാണ്. അതുകൊണ്ട് യുദ്ധം ആരംഭിക്കരുത് എന്നുള്ള ഉറച്ച നിലപാടോടുകൂടി തന്നെയാണ് ഖത്തർ ഇക്കാര്യത്തിൽ ഇടപെടുന്നത്. ഖത്തർ നേരത്തെ ഇക്കാര്യത്തിൽ പറഞ്ഞിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട യുഎസിനും ഇറാനും ഇടയിലെ മധ്യസ്ഥത, അതുമായി ബന്ധപ്പെട്ട് തങ്ങൾ മുന്നിലുണ്ടാകില്ല എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോഴും ഖത്തറിൻ്റെ നിലപാട് അത് തന്നെയാണ്. തങ്ങൾ ആക്രമിക്കപ്പെട്ടത് കൊണ്ട് തന്നെ പ്രത്യക്ഷമായിട്ടുള്ളൊരു മധ്യസ്ഥതയ്ക്ക് തങ്ങളില്ല എന്ന് പറയുമ്പോൾ തന്നെ ഒരു സെക്കൻഡറി മീഡിയേറ്ററായിട്ട് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഖത്തർ നിരന്തരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ താനി US വൈസ് പ്രസിഡന്റ് JD വാൻസുമായിട്ട് സംസാരിച്ചിരുന്നു. അതിനുശേഷം GCCയിലെയും അതുപോലെ തന്നെ ഗൾഫിലെയും നേതാക്കളുമായി അദ്ദേഹം നിരന്തരമായിട്ട് ആശയവിനിമയം നടത്തുന്നുണ്ട്. ഇന്നുകൂടി പ്രധാനപ്പെട്ട GCC രാഷ്ട്ര നേതാക്കളുമായി ഖത്തർ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ഖത്തർ അമീറും ആശയവിനിമയം നടത്തി. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി അദ്ദേഹം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് ഇന്ന് ഈ വിഷയത്തിൽ ചർച്ച നടത്തുകയുണ്ടായി. ഇതോടൊപ്പം തന്നെ ഖത്തർ പ്രധാനമന്ത്രി ഇറാൻ വിദേശകാര്യമന്ത്രി എന്ന് വിളിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഒരു യുദ്ധം ആരംഭിച്ച ശേഷം ഏകദേശം ആറ് തവണയാണ് ഖത്തർ പ്രധാനമന്ത്രി ഇറാൻ വിദേശകാര്യമന്ത്രിയുമായിട്ട് ഈ വിഷയത്തിൽ ആശയവിനിമയം നടത്തുന്നത്. ഇതിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇരുവരും ചർച്ച ചെയ്യാറുള്ളത്. ഒന്ന്, ഡീഎസ്കലേഷനുമായി ബന്ധപ്പെട്ടാണ്. ഇതുമായി ബന്ധപ്പെട്ട ഇറാൻ US ബന്ധപ്പെട്ട സംഘർഷത്തിൻ്റെ ഒരു അവസാനത്തിന് ഒരു കോംപ്രഹെൻസീവ് ആയിട്ടൊരു പാക്കേജിന്, ഒരു സമാധാന ഉടമ്പടി അതിനെ പിന്തുണക്കണം എന്നുള്ള രീതിയിലാണ് ഖത്തർ പ്രധാനമന്ത്രി അതിനുള്ള എല്ലാ പിന്തുണയും തങ്ങൾ നൽകുമെന്നാണ് ഖത്തർ പ്രധാനമന്ത്രി അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇറാൻ വിദേശകാര്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഹോർമുസ് കടലെടുക്കുമായി ബന്ധപ്പെട്ടാണ്. ഹോർമുസ് കടലെടുക്ക് അടച്ചിടരുത്, അത് അടച്ചിടുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയും ആഗോള ഊർജ്ജ വിതരണത്തെയും ഗുരുതരമായി ബാധിക്കുന്നുണ്ട്. ഹോർമുസ് കടലെടുക്ക് ഒരു സ്വാഭാവിക കടൽ മാത്രമാണ്. ഏതെങ്കിലും കക്ഷിക്ക് ആ ഒരു കടലിന് മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള, അവകാശം സ്ഥാപിക്കാനുള്ള റൈറ്റ് ഇല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ GCCയിൽ നിന്ന് സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ, അതുപോലെ തന്നെ UAE വിദേശകാര്യമന്ത്രി അബ്ദുള്ള ബിൻ സായിദ്, അതുപോലെ UAEയിൽ നിന്നുള്ള തന്നെ UAEയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് ഷെയ്ഖ് താനൂൻ എന്നിവരുമായിട്ടും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നു. ഇതോടൊപ്പം തന്നെ ബ്രിട്ടൻ്റെ വിദേശകാര്യ സെക്രട്ടറി വെറ്റോ കൂപ്പറുമായി ഖത്തർ പ്രധാനമന്ത്രി സംസാരിക്കുന്നുണ്ട്. ഏതായാലും ഖത്തർ യൂറോപ്പുമായിട്ട് അതുപോലെ തന്നെ GCC രാഷ്ട്രങ്ങളുമായിട്ട് ഇതോടൊപ്പം തന്നെ ഈ മധ്യസ്ഥതയിലെ വളരെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന ഈജിപ്തുമായിട്ട് ഈജിപ്ത് വിദേശകാര്യമന്ത്രി ബദൽ അൽ അത്തിയുമായിട്ടൊക്കെ ഇന്ന് ഖത്തർ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഖത്തർ പ്രധാനമന്ത്രിയുടെയും അതുപോലെ തന്നെ ഖത്തർ അമീറിൻ്റെയും ഇക്കാര്യത്തിൽ ഉള്ള സജീവമായിട്ടുള്ള ചടുലമായിട്ടുള്ള സംഭാഷണങ്ങൾ, ചർച്ചകൾ ഒക്കെ ഈ ഒരു നിർണായക ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ മനസ്സിലാക്കുന്നു. അന്താരാഷ്ട്ര മാധ്യമമായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഖത്തറിൽ നിന്നുള്ളൊരു സംഘം ടെഹ്റാനിലുണ്ട്. എന്നാൽ അത് ഖത്തർ വിദേശകാര്യ മന്ത്രാലയമോ അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഔദ്യോഗിക വൃത്തങ്ങളോ ഇതുവരെ അതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. എങ്കിൽ പോലും ഖത്തർ ഇക്കാര്യത്തിൽ ഒരു സെക്കൻഡറി മീഡിയേറ്റർ എന്നുള്ള നിലയിൽ വളരെ ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അത് പോസിറ്റീവായിട്ടുള്ള ഔട്ട്കം ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് നമ്മൾ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ, വാർത്തകൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് വിജയത്തിൽ എത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രത്യാശിക്കുന്നത്. അനീഷ.